ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കോട്ടയം സ്റ്റൈൽ മീൻ കറിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചൂരമീനാണ്. ചൂരമീൻ കട്ട് ചെയ്ത് പീസാക്കാം നമുക്ക്. ഞാനിവിടെ ചൂരമീൻ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇഞ്ചി, സബോള, നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ട്, അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. എൻ്റെ ചെറിയ ഉള്ളില്ലാത്തതാണ് സബോള എടുത്തു, കറിവേപ്പില, ഗാർലിക്, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുടംപുളി. കോട്ടയം മീൻ കറിക്ക് എപ്പോഴും കുടംപുളിയാണ് ഉപയോഗിക്കുന്നത്. കുടംപുളി ഞാൻ കഴുകി ഉപ്പിട്ടിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഉപ്പിടുമ്പോൾ ഇതിനകത്ത് പുളി പെട്ടെന്ന് ഇറങ്ങും വെള്ളത്തിലേക്ക്. അത് കാരണം ഞാൻ പുളി ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ. നല്ല എരിവുള്ള മുളക്, അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളൂ, ഒരു ഇച്ചിരിയും കൂടെ. ഇനി കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ഞാൻ 2 സ്പൂൺ ഇട്ടു, എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി. പച്ചമുളക് പറഞ്ഞ് ഇട്ടുന്നതുകൊണ്ട് ആവശ്യത്തിന് എരിവുണ്ടാവും. അത് കാരണം ഞാൻ 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ നോർമൽ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി ഞാൻ ഇതിൽ ഇച്ചിരി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കുവാണ്. നമ്മളിങ്ങനെ നേരത്തെ അരപ്പിങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് അല്ലെങ്കിൽ പച്ചവെള്ളം ഉപയോഗിക്കാം, മിക്സ് ചെയ്ത് വെക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അത് കരിഞ്ഞു പോകത്തില്ല, അപ്പം ടേസ്റ്റ് മാറത്തില്ല. ഞാനത് കാരണം ഇത് ഓൾറെഡി മിക്സ് ചെയ്ത് വെക്കുവാണ്. എളുപ്പമാകും, കരിഞ്ഞും പോകത്തില്ല പൊടി, അപ്പോൾ ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. ഒരു പാൻ ചൂടാക്കിയിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. എനിക്ക് വെളിച്ചെണ്ണ ഇരിപ്പുണ്ട്, പക്ഷേ അത് ഉറങ്ങിയിരിക്കും ഇവിടെ തണുപ്പുള്ളതുകൊണ്ട്. അത് കാരണം ഞാനിപ്പം വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായ ശേഷം നമുക്ക് ഉലുവ ഇടാം. കോട്ടയം മീൻകറിയുടെ പ്രത്യേകത ഉലുവയാണ് ഇടുന്നത്. കടുക് ഇടത്തില്ല, കടുക് പൊട്ടിക്കത്തില്ല, ഉലുവ. കുറച്ച് ഉലുവ ഇടാം. ഉലുവ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ആദ്യം വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി കുറച്ചൊന്ന് മൂത്ത് കഴിയുമ്പോൾ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇടാം. ഇനി നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. ചെറിയ ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നന്നായിട്ട് മൂപ്പിക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഓൾറെഡി പുളിക്കകത്ത് ഉപ്പുണ്ട്, അത് കാരണം ചെറുതായിട്ട് ഇട്ടാൽ മതി. നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് സബോള വഴണ്ട് കിട്ടും. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, സബോള എല്ലാം അത്യാവശ്യം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. തയ്യാറാക്കി വെച്ച അരപ്പിന് ഇട്ടിട്ടുണ്ട്. ഇനി അരപ്പൊന്ന് മൂക്കണം. ഒരു 3-4 മിനിറ്റ്, അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ്, ചെറിയ തീയിലാണെങ്കിൽ 3 മിനിറ്റ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരപ്പൊന്ന് മൂപ്പിക്കാം. ഒരു ചൂടുവെള്ളത്തിലായിരുന്ന കാരണം കൊണ്ട് അത് കുറച്ചൊക്കെ വെന്തിട്ടുണ്ടാകും പൊടി. അപ്പം ചെറുതായിട്ടിത് മൂത്ത് വരട്ടെ. ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ മൂപ്പിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചെറിയ തീയിലിടണം, കരിഞ്ഞ് പോകാതെ. ചെറിയ വെള്ളമായി ഇതിനകത്തുണ്ടാവുന്നത് അത് കരിയത്തില്ല. അപ്പം അരപ്പ് നല്ല ടേസ്റ്റ് ആകും. അരപ്പ് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുളിയും വെള്ളവും ഉപ്പിടുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചൂടുവെള്ളം ഒഴിക്കുന്നത്. എത്രയാണോ വെള്ളം വേണ്ടത്, മീൻകറിക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് വെള്ളം ഒഴിക്കാം. ഞാൻ കുറച്ച് ഗ്രേവി വെള്ളം കൂട്ടിയാണ് വെക്കുന്നത്. എനിക്ക് കുറച്ച് വെള്ളമുള്ളത്, ഗ്രേവിയായിട്ട് ചാറുള്ളതാണ് ഇഷ്ടം. അത് കാരണം കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കുന്നുണ്ട്. അരപ്പ് തിളക്കട്ടെ. നമുക്ക് അടച്ചു വെച്ചിട്ട് അരപ്പ് തിളക്കാൻ വെക്കാം. അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇടാം അതിനകത്തോട്ട്. ഞാൻ മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്തിട്ടുണ്ട്. ഉടയാതെ നമുക്ക് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. ചെറിയ തീയിൽ നമ്മൾ വേവിച്ച് കുറേ സമയം, നമ്മൾ ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും ചെറിയ തീയിൽ നമ്മൾ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ അരപ്പെല്ലാം പിടിച്ചിട്ട് നന്നായിരിക്കും. നമുക്കൊരു ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. മീൻകറിയിലെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് ചാറ് വേണ്ടതുകൊണ്ട് ഞാനിത് വറ്റിക്കുന്നില്ല. കോട്ടയം മീൻകറിയുടെ പ്രത്യേകത ചാറ് നന്നായിട്ട് വറ്റി കഷ്ണത്തിൽ അരപ്പ് പിടിച്ചിരിക്കും. അതുപോലെ കറിയെല്ലാം വെന്ത ശേഷം 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കും. നല്ല മണവും സ്വാദും രുചിയെല്ലാം ഉണ്ടാകും. അപ്പോൾ രുചികരമായ കോട്ടയം മീൻകറി തയ്യാറായി. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. താങ്ക് യു ഓൾ.